ഹലോ ഗൈസ്, മയിലോട്ടേക്കാണ്. ഓക്കെ, ഈ ഒരു ന്യൂസ് ഇന്ന് വന്നതാണ് കേട്ടോ. അത് 24 വന്ന ന്യൂസാണ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ 14 പേർ പീഡിപ്പിച്ചു, കുട്ടിയെ വലയിലാക്കിയത് ഡേറ്റിംഗ് ആപ്പ് വഴി. സംഭവം നടന്ന കാസർഗോഡാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കണം, ഈ 14 വയസ്സിൽ ഡേറ്റിങ്ങിനൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഒരു കഴപ്പം എന്താണ്? 14 വയസ്സായിട്ട് 18 വയസ്സൊക്കെ ആയിട്ട് ഡേറ്റിങ്ങിനൊക്കെ പോയാൽ പോരെ? അതൊന്നും ചെയ്യാതെ ഒരു 14 വയസ്സായപ്പോൾ തന്നെ ഡേറ്റിങ്ങിന് പോകണം. ഇത് സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിലുള്ള LGBT ട്രാൻസ്ജെൻഡർ തീട്ടങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടാണ് ഇപ്പന്മാർ ആണാണോ പെണ്ണാണോ തിരിച്ചറിയത് ആണാണ് ഓൻ കുണ്ടനാന്നൊക്കെ തിരിച്ചറിഞ്ഞാണ്ടൊക്കെ പോയി കണ്ട് ഇമാതിരി പണിയിലൊക്കെ ചെന്ന് പെടുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷനൊക്കെ കിട്ടാത്തതിൻ്റെ പ്രധാന പ്രശ്നമാണ്. 18 വയസ്സാക്കാതെ ഡേറ്റിങ്ങിന് പോകരുത് എന്നുള്ള നിയമവും കാര്യങ്ങളൊന്നും ഇന്ത്യയിലില്ല, ശരിയാണ്. പക്ഷെ എന്നാലും വീട്ടുകാർ ശ്രദ്ധിക്കണ്ടേ? എൻ്റെ വീട്ടുകാരൊക്കെ എന്ത് നോക്കിയിരിക്കണോ, കുട്ടി എന്താ ചെയ്യണമെന്ന് ശ്രദ്ധിക്കാതെ. 14 വയസ്സെന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിലാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനെ 14 പേര് പീഡിപ്പിച്ചു. 14 പേര് പീഡിപ്പിച്ചു. അത് സംഭവം എന്താ പറയുക, തെറ്റ് തന്നെയാണ്. ശിക്ഷ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പ്രകൃതി വിരുദ്ധ പീഡനം പോക്സോയിലാണ് അത് പെടുക. ഓക്കെ, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ യുവതലമുറേൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. 14, 13 വയസ്സിലൊക്കെ ഡേറ്റിങ്ങിന് ഇറങ്ങുക. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പലരും, പല ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. 13 വയസ്സിൽ 8ാം ക്ലാസ്സിൽ ഗർഭിണിയായി, 9ാം ക്ലാസ്സിൽ ഗർഭിണിയായി, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഗർഭിണിയായി എന്ന് നമ്മൾ ഒരുപാട് ന്യൂസ് കാണുന്നത്. ഇവരൊക്കെ വീട്ടുകാർ പോലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് ഫോൺ ചെയ്യുന്നത്, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു പോലും അന്വേഷിക്കുകയൊന്നും ചെയ്യാതെ കുട്ടികളാണ് ഫ്രീഡത്തിന് വിട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രധാന പ്രശ്നം ഇതാണ്. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഉള്ള പാരൻസിനോടാണ്. നമ്മളെ മക്കൾ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടിയിരിക്കുക, ഇങ്ങനെ വിടാണ്ടിരിക്കാം. ഓക്കെ, ഓരെന്താ ചെയ്യണത്, എന്താ പറയുക, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇതേപോലെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പീഡിപ്പിക്കപ്പെടും. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ല 8, 9, 10 വയസ്സിലൊക്കെ ഗർഭിണിയാകും. പിന്നെ ആ കുട്ടീനെയും കൊണ്ട് ഓരോ വീട്ടുകാർ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ കൊല്ലേണ്ടി വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് നാട്ടിൽ ഇപ്പോൾ. ഇതൊക്കെ ഒരു പ്രോപ്പർ സിസ്റ്റം ഒന്നും ഇല്ലാത്തതിൻ്റെ പ്രധാന പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു നിയമം വരണം. 18 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ഡേറ്റിങ്ങിന് പോകാൻ പാടില്ല. അതിൽ ഡേറ്റിംഗ് ആപ്പിൽ ഇത് ചേർക്കാൻ പാടില്ല എന്നുണ്ട്. അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ ID പ്രൂഫ് എന്തെങ്കിലുമൊക്കെ ചേർത്താൽ മാത്രമേ ഡേറ്റിംഗ് ആപ്പിൽ കയറാൻ പറ്റുള്ളൂ. നിയമവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ടേക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.